ക്രിസ്മസ് കാലം സമരക്കാലമാക്കിയ ജനതയാണ് മുനമ്പത്തേത്. ലോകം മുഴുവൻ പ്രത്യാശയുടെ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ മുനമ്പംകാർ സ്വന്തം മണ്ണ് കൈവിട്ടു പോകാതിരിക്കാൻ നിരാഹാരം തുടരുകയാണ്. മുനമ്പത്തെ 610 കുടുംബങ്ങളിലെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തിയുള്ള നിരാഹാര സമരത്തിനാണ് ക്രിസ്മസ് ദിനം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. തർക്കഭൂമിയിലെ ക്രിസ്മസ് എങ്ങനെയാണെന്ന് കാണാം ഇനി. ഒന്നും വേണ്ട മോനെ, അതുമാതിരി ഇപ്പം നമുക്ക് ഭവനമില്ലെങ്കിൽ അവരെടുക്കുമെന്ന് പറഞ്ഞ് നമ്മൾ സഹിക്കും. ഓർമ്മയിൽ ഒരുപാട് ക്രിസ്മസ് കാലമുണ്ട്. മുണ്ടുമുറുക്കി അധ്വാനിച്ചു കൊണ്ടുവന്നതെല്ലാം കുഞ്ഞുമക്കൾക്ക് നൽകിയിരുന്ന ക്രിസ്മസ് ദിനങ്ങൾ. കഴിഞ്ഞ 2 വർഷമായി ഇവിടെ ആഘോഷങ്ങളില്ല. ഭൂമി തിരികെ പിടിക്കാനുള്ള ശ്രമം മാത്രം. 2002 ഞാൻ വാങ്ങിയത്. അത് വാങ്ങിയത് എനിക്കും ദൈവത്തിനും മാത്രം അറിയാൻ പാടില്ല. അങ്ങേറ്റം ഞാൻ വാങ്ങിയ ആൾക്കാർ എനിക്ക് പകുതി പൈസ, 3/4 പൈസ ഞാൻ കൊടുത്തിട്ട് അവർ കുറ്റം പോലെ എനിക്ക് ഈ പട്ടയം എഴുതി തന്നിട്ട് ഞാനത് സൊസൈറ്റിയിൽ പണയം വെച്ചിട്ടാണ് ഞാൻ ബാക്കി പൈസ കൊടുത്തത്. അത്രയൊക്കെ ചെയ്ത ഭൂമി പോകണമെന്ന് പറയുമ്പോൾ വല്ല ചങ്കുവേന ഉണ്ടാകുമോ? വിചാരിക്കാത്ത സമയത്ത് നമ്മ ഉറക്കത്തിലൊരു സ്വപ്നം കണ്ട പോലെ വക്കപ്പിൻ്റെ ആണെന്ന് പറഞ്ഞു വന്നാൽ എങ്ങനെ കൊടുക്കാൻ പറ്റും? അവർക്ക് ഇട്ടുകൊടുക്കണം എങ്ങനെയാണ്? അപ്പോൾ പിന്നെ ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ചിരിക്കണം എങ്ങനെയാണ്? എന്ത് ധൈര്യത്തിന്? ഞങ്ങൾ ഓരോ ദിവസം കിടന്നുറങ്ങണത് നാളെ എന്താകും, നാളെ എന്താണ് വിധി വന്നതെന്നും ആലോചിച്ചാണ് ഞങ്ങൾ കിടന്നുറങ്ങുന്നത്. ഉറക്കില്ല പറയണെങ്കിൽ. ഇതിങ്ങോട്ട് തുടങ്ങിയിട്ട് പിന്നെ ഉറക്കില്ല. ഞങ്ങളുടെ കാരണന്മാർ അധ്വാനിച്ച് മേടിച്ചു തന്ന ഭൂമിയാണ്. അവർ കഷ്ടപ്പെട്ട് കടലടി കൊണ്ട് ഈ വർഷത്തൊക്കെ കടലിലോട്ട് നോക്കി ഞങ്ങൾ ഇരുന്ന് കരയും. ഞങ്ങളുടെ അപ്പന്മാർ തിരിച്ചെത്തുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് മേടിച്ച ഭൂമിയാണ്. അപ്പം ഞങ്ങളുടെ മക്കൾക്കെങ്കിലും നീതി കിട്ടണം. ഞങ്ങൾ കർത്താവിനോട്, തമ്പുരാനോട്, രക്ഷകനായ ദൈവത്തിൻ്റെ ജനനമാണ്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഉത്സവമാണ് ഞങ്ങൾക്ക്. എല്ലാവരോടും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചും വർത്തമാനങ്ങൾ പറഞ്ഞും പള്ളിയിൽ വന്ന് കുർബാന കൂടി. പക്ഷെ ഞങ്ങളിന്ന് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങളിവിടെ ഇരിക്കും. നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കണ്ടേ എന്ന കുഞ്ഞുങ്ങളുടെ ചോദ്യങ്ങൾക്ക് നിരാഹാര പന്തലാണ് ഇവരുടെ മറുപടി. ഞങ്ങൾക്കിപ്പോൾ ക്രിസ്മസ് അല്ല പ്രധാനം, ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ നേടിയെടുക്കുക എന്നത് മാത്രമാണ് ഞങ്ങൾക്കിപ്പോൾ ഉള്ളത്. ക്രിസ്മസ് നമുക്ക് ആഘോഷമാണ്, എല്ലാവരും കൂടി ആഘോഷിക്കുന്ന ഒരു സംഭവം. പക്ഷെ എന്നാൽ പോലും ഞങ്ങൾക്കിപ്പോൾ ഈ കൊല്ലം ക്രിസ്മസ് അല്ല, ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ നേടിയെടുക്കുക, ഇതിൽ നിന്ന് ഞങ്ങൾക്കൊരു മോചനം നേടുക, അത് മാത്രമേ ഞങ്ങളുടെ ഇത്. ഈ ക്രിസ്മസ് ദിനത്തോടെ മുനമ്പം ജനത കടക്കുന്നത് സമരത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്കാണ്. എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഒരു പ്രതിനിധിയെങ്കിലും ഇവിടെ ഉണ്ടാവും. അതേപോലെ തന്നെ പല സമൂഹത്തിൽ മതേതരത്വവും ജനാധിപത്യവും ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ഈ സമരത്തിൽ ഞങ്ങളോടൊപ്പം വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 10 മണി മുതൽ 5 മണി വരെയാണ്. 5 മണിക്ക് ഇവിടെ നിന്നും ഞങ്ങൾ 2 കിലോമീറ്റർ അപ്പുറത്തുള്ള പുലിമുട്ടിൻ്റെ അടുത്തേക്ക് വായ മൂടിക്കെട്ടി നീതി നിഷേധിക്കപ്പെടുന്ന, സമത്വം നിഷേധിക്കപ്പെടുന്ന, നീതി നിഷേധിക്കപ്പെടുന്ന ഞങ്ങളുടെ പ്രതിഷേധമായിട്ട് ഈ ക്രിസ്തുമസ് മാറുകയാണ്. തുടർന്ന് അവിടെ പ്രത്യാശാദീപം തെളിയിക്കുന്നുണ്ട്, 1000 പ്രത്യാശാദീപം തെളിയിക്കുന്നുണ്ട്. അത് വരും വർഷങ്ങൾ 2025 ഞങ്ങൾ പ്രത്യാശ വർഷമായിട്ടാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. ഞങ്ങളുടെ ഈ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. തുടർന്നും സമരത്തിൻ്റെ രീതികൾ മാറിക്കൊണ്ടിരിക്കും. ഇവിടെ തന്നെയാണ് ഞങ്ങൾക്ക് ആഘോഷമില്ല. ഞങ്ങളെല്ലാവരും അന്നത്തെ ദിവസം നിരാഹാരം ഇരിക്കണം എല്ലാവരും. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ ഭൂമിയും ഞങ്ങൾ താമസിക്കണം ഞങ്ങളുടെ വീടും എല്ലാം ഞങ്ങൾക്ക് വിട്ട് കിട്ടണം. എന്ന് വെച്ചാൽ പെൺകുട്ടികളുള്ള വീടുകളിലൊക്കെ കുറേ വിവാഹം കഴിച്ചു കൊടുക്കാൻ പറ്റണില്ല, അതിനെ പഠിക്കാനായിട്ട് കുട്ടികൾക്ക് പറ്റണില്ല. അങ്ങനെ പല പല കാര്യങ്ങൾ മുടങ്ങിക്കിടക്കുകയാണ്. അതൊക്കെ ഞങ്ങൾക്ക് നേടിയെടുക്കണം. അത് ഞങ്ങൾക്ക് ഈ ഭൂമി ഞങ്ങളുടേതായിട്ട് കിട്ടിയെങ്കിൽ മാത്രം ഞങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. ഈ ക്രിസ്മസ് കാലത്തും മുനമ്പത്തെ സമരപ്പന്തലായ വേളാങ്കണ്ണി പള്ളി അലങ്കരിക്കുന്നത് സമരക്കാർക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുള്ള പോസ്റ്ററുകളാണ്. ക്രിസ്മസ് ദിനത്തിൽ ഈ ജനങ്ങൾ നിരാഹാരമിരിക്കാൻ ഒരുങ്ങുന്നതും തങ്ങൾക്ക് ഉടൻ നീതി ലഭ്യമാകുമെന്ന പ്രത്യാശ ഒന്നുകൊണ്ട് മാത്രമാണ്. മുനമ്പത്ത് നിന്ന് അക്ഷയ് VS-നൊപ്പം കൃഷ്ണപ്രിയ, ന്യൂസ് മലയാളം.